നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് സെൻഡല്ല ഏഷ്യാറ്റിക്ക. നമ്മുടെ നാട്ടിൽ പറയുന്ന കുടകൻ, കുടങ്ങൽ, മുത്തൽ, തമിഴ്നാട്ടിൽ വല്ലാരെ എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ പെന്നിവോട്ട് അല്ലെങ്കിൽ സെൻഡല്ല ഏഷ്യാറ്റിക്കയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. Studies in rodent models and human support Centella's traditional reputation as a cognitive enhancer. പണ്ട് മുതലേ ബുദ്ധിക്കും ഓർമ്മശക്തിക്കും ഒക്കെ നല്ലത് എന്ന് പറയപ്പെടുന്ന സെൻഡല്ല അല്ലെങ്കിൽ കൊടങ്ങൽ ഇന്ന് സയൻറ്റിഫിക് ആയിട്ട് കൊഗ്നിറ്റീവ് എൻഹാൻസർ ആയിട്ടും ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഏജന്റ് ആയിട്ടും Studies in rodent models and human support Centella's traditional reputation as a cognitive enhancer. പണ്ട് മുതലേ തന്നെ ഈ കുടങ്ങൽ, മുത്തൽ അല്ലെങ്കിൽ കുടകനെ ബുദ്ധി കൂട്ടുന്നതായ അല്ലെങ്കിൽ ഓർമ്മശക്തി കൂട്ടുന്ന ഒരു മരുന്നായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോഴുള്ള സ്റ്റഡീസ്, റോഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലി, ഗിനിപ്പന്നി, ഇങ്ങനെ കരണ്ട് തിന്നുന്ന ജീവികളാണ് റോഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റോഡൻസിനെയാണ് സാധാരണ മോഡൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ റോഡൻസിലും അതേപോലെ തന്നെ ഹ്യൂമൻസിലും മനുഷ്യരിലും നടത്തിയ പഠനങ്ങളിലും ഈ സെൻഡല്ല ഏഷ്യാറ്റിക്ക അല്ലെങ്കിൽ കുടങ്ങൽ നല്ലൊരു ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന, ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്ന ഒരു മരുന്നായി കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ഇറ്റ് ഹാസ് ആക്ടിവിറ്റി എഗൻസ്റ്റ് ബീറ്റ അമൈലോയിഡ് ടോക്സിസിറ്റി. ബീറ്റ അമൈലോയിഡ് എന്ന് പറയുന്നത് ഒരു ടോക്സിക് ആയിട്ടുള്ള പ്രോട്ടീനാണ്. അത് നമ്മുടെ ബ്രെയിനിലെ ഗ്രേ മാറ്ററിലെ ന്യൂറോൺസിന്റെ ഇടയിൽ ഇങ്ങനെ കളക്ട് ചെയ്ത്, നമ്മുടെ പല്ലിലൊക്കെ പ്ലേക്ക് വന്ന് പല്ലിന് നാശം വരുന്നത് പോലെ ഇത് ന്യൂറോൺസിന്റെ ഇടയിൽ പ്ലേക്കായി കളക്ട് ചെയ്ത് ന്യൂറോൺസിന്റെ ആക്ടിവിറ്റി കുറയ്ക്കുകയും നെർവ് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഈ പ്രോട്ടീനിന് എതിരായിട്ട്, ബീറ്റ അമൈലോയിഡിന്റെ ടോക്സിസിറ്റിക്ക് എതിരായിട്ട് നമ്മുടെ സെൻഡല്ല ഏഷ്യാറ്റിക്ക അല്ലെങ്കിൽ കുടകൻ അല്ലെങ്കിൽ കുടങ്ങൽ അല്ലെങ്കിൽ മുത്തൽ പ്രവർത്തിക്കും. പിന്നെ ഒന്ന്, ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ് മൈറ്റോകോൺട്രിയൽ ആക്ടിവിറ്റി. ഇത് നമ്മുടെ മൈറ്റോകോൺട്രിയൽ ആക്ടിവിറ്റി കൂട്ടും. മൈറ്റോകോൺട്രിയൽ എന്താണ് മൈറ്റോകോൺട്രിയ? മൈറ്റോകോൺട്രിയ ഈസ് കോൾഡ് ആസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ. നമ്മൾ 8ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് മൈറ്റോകോൺട്രിയ ഈസ് കോൾഡ് ആസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ. എന്തുകൊണ്ടാണ് മൈറ്റോകോൺട്രിയയെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത്? മൈറ്റോകോൺട്രിയ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ വഴി ATP പ്രൊഡ്യൂസ് ചെയ്യും. ATP ആണ് നമ്മുടെ എനർജി മോളിക്യൂൾ. നമുക്ക് എനർജി കിട്ടുന്നത് ATPയിൽ നിന്നാണ്. അപ്പൊ ATP ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനിൽ കൂടി ഒരുപാട് ATP പ്രൊഡ്യൂസ് ചെയ്യും. അത് നമുക്ക് എനർജി തരും. അപ്പോൾ മൈറ്റോകോൺട്രിയൽ ആക്ടിവിറ്റി കൂട്ടുന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ സെൻഡല്ല ഏഷ്യാറ്റിക്ക അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പെന്നിവേർട്ട് നമുക്ക് എനർജി ഉണ്ടാക്കും, ഒരു ഉന്മേഷം ഉണ്ടാക്കുന്ന മരുന്ന് കൂടിയാണിത്. പിന്നെ ഇറ്റ് ഹാസ് ആൻറ്റി ഓക്സിഡൻറ്റ് സ്റ്റാറ്റസ്. നമ്മൾ സാധാരണ എല്ലാ പല മരുന്നുകൾ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന പല ന്യൂട്രിയൻ ഫുഡ്സ് നോക്കിയാലും എല്ലാം അവർ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റ്? നമ്മുടെ സാധാരണ ഉപാപചയ പ്രവർത്തനങ്ങളിൽ, മെറ്റബോളിക് ആക്ടിവിറ്റീസിലൂടെ സെല്ലുലാർ മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യും. ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ അതിന് ഇലക്ട്രോൺസ് കുറവാണ്, അതുകൊണ്ട് തന്നെ അത് അൺസ്റ്റേബിൾ ആണ്. ഈ എപ്പോഴും മെന്റൽ അൺസ്റ്റെബിലിറ്റി ഉള്ള ആളുകൾ സമൂഹത്തിന് ദോഷം ചെയ്യും എന്ന് പറയുന്നത് പോലെ തന്നെ ഈ അൺസ്റ്റേബിൾ ആയ ഫ്രീ റാഡിക്കൽസ് പോയി സെൽ മെംബ്രെയിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും ഒക്കെ ഇലക്ട്രോൺസിനെ സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോകും, അതായത് കട്ടുകൊണ്ട് പോകും അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോകും. അതാണ് ഈ ഫ്രീ റേഡിക്കൽസിന്റെ സ്വഭാവം അല്ലെങ്കിൽ പ്രോപ്പർട്ടി. അപ്പോൾ
ഇങ്ങനെ ഇലക്ട്രോൺസ് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള സെൽ വോളൊക്കെ അൺസ്റ്റേബിൾ ആവും, അതിന് ഡാമേജ് വരും. അപ്പോൾ ഡാമേജ് വരുമ്പോൾ ഇറ്റ് ക്യാൻ ലീഡ് ടു ഡിസീസസ്. ക്യാൻസർ മുതൽ പല ഡിസീസും, അതായത് ഇൻഫ്ലമേറ്ററി ഡിസീസസ്, ആർത്രൈറ്റിസ്, ഇതിനെല്ലാം ഈ ഫ്രീ റാഡിക്കൽസ് കാരണമാകും. അപ്പോൾ ഈ ഓക്സിഡേഷൻ എന്ന പ്രോസസ്സ്, ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. അപ്പോൾ ഈ ഓക്സിഡേഷൻ എന്ന പ്രോസസ്സ് കുറയ്ക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ സെൻഡല്ല ഏഷ്യാറ്റിക്ക നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ സെൽസിന് ഡാമേജ് വരുന്ന ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യാതെ നമ്മുടെ കുടകൻ അല്ലെങ്കിൽ മുത്തള് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ഒന്ന്, ഇറ്റ് ഇൻഹിബിറ്റ്സ് പ്രോ ഇൻഫ്ലമേറ്ററി എൻസൈം നോൺ ആസ് ഫോസ്ഫോലിപ്പേസ് A2. നമ്മുടെ ശരീരത്തിലുള്ള പല രോഗങ്ങളും അധികരിക്കുന്നത് ഇൻഫ്ലമേഷൻ കൊണ്ടാണ്. അപ്പോൾ ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് കുറച്ചാൽ, ഇൻഫ്ലമേഷനെ കൂട്ടുന്ന ഒരു എൻസൈമാണ് ഫോസ്ഫോലിപ്പേസ്. ഇൻഫ്ലമേഷനെ സഹായിക്കുന്ന എൻസൈമാണ് ഫോസ്ഫോലിപ്പേസ്. അപ്പോൾ ഫോസ്ഫോലിപ്പേസിനെ, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ആ കോമ്പൗണ്ടിനെ ആര് ഇൻഹിബിറ്റ് ചെയ്യും? നമ്മുടെ സെൻഡല്ല ഏഷ്യാറ്റിക്ക ഇൻഹിബിറ്റ് ചെയ്യും. പിന്നെ ഇറ്റ് ഹാസ് ന്യൂറോട്രോപ്പിക് എഫക്ട്സ്, അതായത് ഡെൻഡ്രൈറ്റിക് ആർബറൈസേഷൻ ഇത് ഇൻക്രീസ് ചെയ്യും. ഡെൻഡ്രൈറ്റിക് ആർബറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെർവ് സെൽ, ഈ നെർവ് സെല്ലിൻ്റെ ഡെൻഡ്രൈറ്റ്സ് കൂടുന്നതിനനുസരിച്ചാണ് നമ്മുടെ നേഴ്സ്, അതായത് ബ്രെയിനിലെ ആയാലും എവിടെ ഉള്ള നേഴ്സ് ആയാലും നല്ല ആക്ടിവിറ്റി കൂടുന്നത് അതിൻ്റെ ഡെൻഡ്രൈറ്റ്സ് കൂടുമ്പോഴാണ്. അപ്പോൾ ഈ ഡെൻഡ്രൈറ്റിക് ആർബറൈസേഷൻ, ഡെൻഡ്രൈറ്റ്സ് വരുന്നതിന് സഹായിക്കുന്നത് നമ്മുടെ കുടകൻ അങ്ങനെ ഒരു എഫക്റ്റ് കൂടെ ഉണ്ട്, ന്യൂറോട്രോപ്പിക് എഫക്റ്റ്. സിനാപ്റ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ ഡെൻഡ്രൈറ്റ്സ് കൂടുമ്പോൾ ഈ രണ്ട് ഡെൻഡ്രൈറ്റ്സിന്റെ ഇടയിൽ വരുന്നതാണ്, ഇതേപോലെ ഒരു ന്യൂറോൺ കൂടെ വരുമ്പോൾ ആ രണ്ട് ഡെൻഡ്രൈറ്റ്സിന്റെ ഇടയിൽ വരുന്ന സ്പേസ് ആണ് സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിനാപ്സ്, ഡെൻഡ്രൈറ്റ്സ് കൂടുന്നതിനനുസരിച്ച് സിനാപ്സ് കൂടും. ഈ സിനാപ്സും ഡെൻഡ്രൈറ്റ്സും കൂടുന്നതിനനുസരിച്ച് ഓരോ നെർവ്സിൻ്റെയും ആക്ടിവിറ്റി കൂടും. അപ്പോൾ അതാണ് ന്യൂറോട്രോപ്പിക് എഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഹാസ് ന്യൂറോ പ്രൊട്ടക്റ്റീവ്, നമ്മുടെ നെർവ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റ് കൂടെ നമ്മുടെ കുടകനുണ്ട്. അതിന് സഹായിക്കുന്ന അതിലുള്ള ചില ഫൈറ്റോകെമിക്കൽ കോമ്പൗണ്ട്സ്, ഫൈറ്റോകെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് ട്രൈടെർപെയിൻ കോമ്പൗണ്ട്സ് ആയ ഏഷ്യാറ്റിക് ആസിഡ്, ഏഷ്യാറ്റിക്കോസൈഡ്, മെഡിക്കസോസൈഡ്. ഈ മൂന്നും, അതല്ലാതെ ഇപ്പൊ പുതിയതായിട്ട് അതിലൊരു കോമ്പൗണ്ട് കഫൈലോ ലിക്വിനിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ കോമ്പൗണ്ട്സ് ആണ് നമ്മുടെ നെർവ്സിനെ ഡാമേജ് ചെയ്യാതെ, നെർവ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കുടകനെ അല്ലെങ്കിൽ കുടങ്ങലിനെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുടങ്ങൽ ഒരു കൊഗ്നിറ്റീവ് എൻഹാൻസർ ആണ്, ന്യൂറോട്രോപ്പിക് ആണ്, നെർവ്സിന്റെ ആക്ടിവിറ്റി കൂട്ടുന്നതാണ്. അതേപോലെ തന്നെ നെർവ്സിന് ഡാമേജ് ഉണ്ടാകാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഏജന്റ് കൂടെയാണ് നമ്മുടെ സെൻഡല്ല ഏഷ്യാറ്റിക്ക. അത് വലിയവരായാലും ചെറിയ കുട്ടികളായാലും ഒക്കെ ഈ കുടകൻ കഴിക്കുന്നത് നെർവ്സിന്റെ ഡാമേജ് മാറ്റാനും അതേപോലെ ഓർമ്മശക്തി കൂട്ടാനും ബൗദ്ധികമായ അധ്വാനങ്ങൾ ചെയ്യുന്നവരിത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഫിസിക്കൽ സ്ട്രെയിനിനെക്കാട്ടിലും കൂടുതൽ ടയേർഡ്നെസ് ഉണ്ടാകുന്നതാണ് ബൗദ്ധികമായ അധ്വാനം അല്ലെങ്കിൽ മെന്റൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കുടകൻ എല്ലാ ഏജിലുള്ളവരും കഴിക്കുന്നത് നല്ലതാണ്. 3 5 അല്ലെങ്കിൽ 7 ഇല വെള്ളത്തിലോ മോരിലോ
പാലിലോ ഒക്കെ അരച്ച് വെറും വയറ്റിൽ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു നല്ല ന്യൂട്രിറ്റീവ് ഡ്രിങ്ക് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുടകനെ പറ്റി. നന്ദി, നമസ്കാരം.